ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4 ബ്രെഡാണ് എടുക്കുന്നത്. 4 ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ക്യൂബായിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ബ്രെഡ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് മുഴുവനായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ബ്രെഡ് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്നാക്സ് റെഡിയാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുഴുവനും നമുക്ക് ഈ ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും ഈ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ഭാഗം തക്കാളിയുടെ പൊട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടും തക്കാളി എടുക്കേണ്ട, ഒരു 1/4 ഭാഗം എടുത്താൽ മതി. ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കൊന്നും വേണ്ട. നമുക്കിതുപോലെ അങ്ങ് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പകുതിക്ക് അങ്ങ് വാട്ടിയെടുത്താൽ മതി. ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ സിമ്മിലിടണം ഈ സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതെല്ലാം ഒരു ഭാഗത്തേക്ക് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളിയെല്ലാം അതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ നമുക്ക് അങ്ങ് നീക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു എഗ്ഗാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു മുട്ട അതുപോലെ
ഉപ്പിട്ട് കാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതാണ്. വേറെ ഒന്നും മുട്ടയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഇതിലൊഴിച്ച് കൊടുത്തിട്ട് അങ്ങ് ചിക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ട ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളി എല്ലാതും കൂടെ കൂടിയിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ തന്നെ പിച്ചിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിക്കന് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുട്ടയും ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പക്ഷേ രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ബ്രെഡും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തീ നമ്മളൊരു സിമ്മിലിട്ട് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് സമയം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ മസാലയും ചിക്കനും മുട്ടയും നമ്മുടെ ബ്രെഡിൽ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.